വർഷകാലമായതുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയായതുകൊണ്ട് ഞാനിപ്പോൾ ടെറസിൽ കയറാറില്ല. എന്നാലും വർഷകാലം ഇപ്പോൾ വൈകുന്നേരങ്ങളിലങ്ങ് കനക്കും, വെളുക്കുന്നത് വരെ മഴ പെയ്യും, പിന്നീടൊന്ന് തോരും. അങ്ങനെ തോർന്ന ഒരു ദിവസം നോക്കി ഞാൻ കയറിയതാണ്. തക്കാളി ആവശ്യമുള്ളതുകൊണ്ട് കയറിയതാണേ. അപ്പോൾ ഇത് ലാസ്റ്റ് റൗണ്ട് വിളവെടുപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇനി പറിക്കാനില്ല. ഇനി ഇതൊക്കെ പിഴുത് കളഞ്ഞിട്ട് വേണം പുതിയ തക്കാളി തൈ വയ്ക്കാൻ. പക്ഷേ വർഷകാലം ആയതുകൊണ്ട് അത് എളുപ്പമല്ല. അപ്പോൾ ഇന്ന് കിട്ടിയ തക്കാളി ഇത്രയാണ്. തക്കാളിക്ക് ഇപ്പോൾ 70 രൂപയ്ക്ക് മുകളിലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങാറില്ല. അപ്പം നമ്മളിങ്ങനെ 2 ചുവട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള തക്കാളി കിട്ടുമല്ലോ. പിന്നെ ഇനി എനിക്ക് 2 കത്രിക്ക പാകമായി നിൽപ്പുണ്ട്. അതുകൂടെ ഒന്ന് പറിക്കാം. അപ്പോൾ അതും പറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മലേഷ്യൻ പേരയ്ക്ക, അതായത് വയലറ്റ് കളറാണ്, മുറിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പേരയ്ക്കയാണ്. അതൊരെണ്ണം നിൽപ്പുണ്ട്. അത് മൂത്ത് നിൽപ്പുണ്ട്. ചെറുതായിപ്പോയി, കാരണം ഞാൻ ശ്രദ്ധിക്കാതെ വളം കൊടുക്കാതെയൊക്കെ ആയതുകൊണ്ട് ഇത്തവണ എനിക്ക് ചെറിയ പേരയ്ക്കയാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബേറാപ്പിളുണ്ട്. ഇത് ചുവന്ന ബേറാപ്പിളാണ്. പൂർണ്ണമായും ചുവന്നതല്ല. കേരളത്തിൽ പൂർണ്ണമായും ചുവന്ന ബേറാപ്പിൾ പിടിക്കുന്നില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും അല്ല, പിടിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ബേറാപ്പിൾ ഇങ്ങനെ വിളഞ്ഞു വരുമ്പോൾ കുറച്ച് ചുവന്ന് വരുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ചുവന്നതല്ല. നല്ല പഴുത്ത് കഴിഞ്ഞതിന് ശേഷം പറിക്കാൻ സമയം കഴിഞ്ഞ് നിർത്തിയത് കൊണ്ട് ഇങ്ങനെ ചുവന്നതാണ്. എനിക്കതുപോലെ തന്നെ പച്ച ബേറാപ്പിൾ, ഗ്രീൻ ബേറാപ്പിളും ഉണ്ട്. രണ്ടും ഉണ്ട്. അപ്പോൾ അതുള്ളത് ഞാൻ എല്ലാം പറിച്ചിട്ടുണ്ട്. പച്ച ബേറാപ്പിൾ കൊമ്പൊടിഞ്ഞു പോയതുകൊണ്ട് 3-4 എണ്ണം ഇപ്പം അതിനകത്തുള്ളൂ. അപ്പോൾ അതേ ഈ കാണുന്നതാണ് ഗ്രീൻ ബേറാപ്പിൾ. എനിക്കിഷ്ടമാണ്. ചിലർ പറയും ഇത് വേസ്റ്റ് പഴമാണെന്ന്. പക്ഷെ നന്നായിട്ട് വിളഞ്ഞ് പഴുത്താൽ നല്ല ആപ്പിൾ പോലെ തന്നെ നല്ല മധുരം ആണ്. ഇനി ഈ ചീരയൊക്കെ ഒന്ന് പിഴുതെടുക്കണം, മുറിച്ചെടുക്കണം. ഈ സീസണിലെല്ലാം തീരുകയാണ്. ഏതാണ്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തീർന്നു തുടങ്ങി. പച്ചക്കറികൾ കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും ഇന്ന് ഞാൻ വിളവെടുത്തത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് വിഷമില്ലാത്ത ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. ഇനി മറ്റൊരു വീഡിയോയുമായി വരും. അതുവരെ ബൈ.